ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ എറണാകുളത്ത് പോവാം ഗൈസ്. അപ്പം ഇന്ന് എറണാകുളത്ത് ഞായറാഴ്ച പിന്നെ ഞാൻ കൊറിയോഗ്രാഫ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ശ്രീരാജ് സാർ, വിഷ്ണു സാർ ആൻഡ് ജിഷ്ണു സാറിൻ്റെ 3 പേരുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാം. എറണാകുളത്താണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് പേര് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോവാം. അപ്പോൾ എന്നെ ചാലക്കുടിയിൽ നിന്ന് അവർ പിക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാം ഗൈസ്. ചാലക്കുടിയിലെത്തി ഗൈസ്. അപ്പോൾ അവർ എത്താറായിട്ടുണ്ടോ? ഞാൻ ചാലക്കുടി ഹൈവേയിലൊക്കെ നിൽക്കാം. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അവരുടെ കൂടെ പോവാണ്. അപ്പോൾ അമ്മ ഇനി ഇവിടെ ആക്കിയിട്ട് അമ്മയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അമ്മ പോയി. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞോളൂ. എല്ലാവരും ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം ഞാനൊരു 8 മണി ആയപ്പോഴേക്കും ചാലക്കുടിയിലെത്തി. അപ്പോൾ ഇവർ തൃശ്ശൂരിൽ നിന്ന് വരണതാണ്. അപ്പോൾ എന്നെ നേരത്തെ എണീറ്റ് വന്നതാണ് അവർ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് എത്തിയ അപ്പം തന്നെ വർക്ക്ഷോപ്പിൽ എൻ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എറണാകുളത്ത് നേരത്തെ എത്തിയിരുന്നു. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിട്ടോ. അവർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ടൈമുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വർക്ക്ഷോപ്പിന് പോവാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിക്കാൻ ഗൈസ്. ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. ഷെക്ട സ്റ്റുഡിയോയിൽ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫ്ലോറിലെത്തി. അപ്പോൾ ഫസ്റ്റത്തെ സെഷൻ ശ്രീരാജേട്ടൻ്റെയാണ്. അപ്പോൾ എനിക്കധികം ഫസ്റ്റത്തെ സെഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശ്രീരാജേട്ടൻ ഷോക്കേസ് ആണിത്. ആളുകൂടെ കുറേ ഇത് നിരഞ്ജന, ഇത് ഗാഥ, ഇത് റോസ്മേരി, ഇത് റോസ്മേരിയുടെ ചേച്ചി, ഇത് ജിഷ്ണു ചേട്ടൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രീരാജേട്ടൻ ഇല്ലില്ല. ഒരാളും കൂടി എനിക്ക് കഴിച്ചാൽ വരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ സോറി ഗൈസ്, പരിചയപ്പെടുത്താൻ മറന്നുപ്പോ. ഇത് ശ്രീരാജേട്ടന്റെ ചേച്ചി, സ്വന്തം ചേച്ചി. ബ്ലഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, എല്ലാം ചെയ്യൂ. ഞാനൊക്കെ റീച്ച് കൊടുക്കൂ. താങ്ക് യു. നമ്മള് ഉച്ചയായി ഫുഡ് കഴിക്കാൻ പോവാ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അയ്യോ നോക്കിക്കണാക്കി. ഹലോ ഗായ്സ്, ദിസ് ഈസ് ദൃശ്യാസ് ചാനൽ. എന്താണ് പേര്? ദൃശ്യാജിത്ത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓഫ് ചെയ്തിട്ട് യൂട്യൂബ് ഡിലീറ്റ് ചെയ്താൽ വണ്ടിയല്ലത്. ചേച്ചിയൊപ്പം വാട്ടോ ചേച്ചി. അതാണ് ഗൈസ് ശ്രീരാജേട്ടൻ. ഇവിടെ ബ്ലോഗ്. എന്നെ കാണിച്ചു എത്ര ഓ ഇങ്ങനെ പിടിക്കാൻ. ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ഫ്ലോറിലെത്തി. ഇനി ശ്രീരാജ് സാർ, വിഷ്ണു സാർ, ജിഷ്ണു സാറുടെയും സെഷനാണ്. അപ്പോൾ എനിക്ക് ഇത് അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് സെഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല.
ഗൈസ്, ഞാൻ ഈ കൊറിയോ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഈ റുട്ടീൻ മൊത്തമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റയിൽ പോയി കാണാം. എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഗൈസ്, കഴിഞ്ഞു ഗൈസ്. ബൈ ബൈ. ടാറ്റാ, ബൈ ബൈ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, സീ യു. ടാറ്റാ. വ്ളോഗാണോ? എന്താ പേര് യൂട്യൂബ് ചാനലിൻ്റെ? ദൃശ്യാജി. അപ്പോൾ ഗൈസ്, ദൃശ്യാജി എന്ന് പറഞ്ഞ ബ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, ടിങ് ടിങ്. വ്ളോഗില് ഹൈലൈറ്റ്സ് ഞാനാണ്. ഹലോ ഗായ്സ്, വെൽക്കം. ബൈ ഗൈസ്. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്തു ഗൈസ്. യു നോ. സോ ഗൈസ്, ഇപ്പം നമ്മൾ പോവാ ഗൈസ്. ഇത് എൻ്റെ കൂടെ വന്ന ചേച്ചിമാർ ഞങ്ങൾ ഡീച്ചിലുള്ളവരാണ്. ബൈ പറയുന്നത് ബ്ലോഗ്. ബൈ ബൈ ബൈ. ഗാഥ ഗുരുവായൂരിൽ കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ ബൈ. ചന്ദനമണി പറ്റുമോ വെച്ചത്? അത് പറ്റും. ചന്ദനമണി സന്ധ്യകളുടെ കടയിൽ നടനം അങ്ങനെ പറ്റുമോ? ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഇക്ക കൂടി ഉണ്ടായിരുന്നു. ഇക്ക നന്നായിട്ട് പാട്ട് പാടുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പാട്ട് പാടാൻ പറയാണ്. ചലഞ്ചാണ്. ചന്ദനമണി പാട്ട് പാടാൻ ഞങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ടാണ് ഗൈസ് ഞങ്ങൾ തിരിച്ചു പോണേ. ഗൈസ്, അങ്ങനെ ചാലക്കുടി എത്തി. അപ്പോൾ അമ്മയും അച്ഛനും എന്നെ കൊണ്ടുപോകാനായിട്ട് ചാലക്കുടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇവരിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ പോകും. നല്ലതാ. ഏതാണോ? ചൂന്റെ വണ്ടി ഉണ്ടെങ്കിൽ നല്ലതാ. അല്ല അതാണ്. ചോക്ക് പോവാ. ബൈ ബൈ. ടാറ്റാ. ബൈ. ഗൈസ്, ഞാൻ വീട്ടിൽ പോവാ ഗൈസ്. ലൈറ്റ് ഇല്ല കേട്ടോ. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.